നല്ല ചൂട്ടത്ത് അടിപൊളി സാമ്പാറും ചോറും കൂട്ടുകറി അവിയലൊക്കെ ആയിട്ട് അടിപൊളി ഫുഡ്. അപ്പോ ചേട്ടായിമാരെ നമ്മുടെ A to Z ബ്ലോഗിലേക്ക് ഏവർക്ക് സ്വാഗതം. ഡൂപ്പാണെന്ന് മനസ്സിലായി പറയണ ഒരു ഉടായ്പ്. ഞങ്ങൾ റോഡിലൂടെ നടന്നു വീണ് വെയിലത്ത് എവിടേക്കാണെന്നറിയോ? ഞങ്ങൾ തട്ടാരപ്പറ്റ അമ്പലത്തിൽ നല്ല അടിപൊളി ഫുഡുണ്ട്, നല്ല അന്നദാനം ഉണ്ട്. അമ്പലത്തിലെ പരിപാടിയാണ്. അപ്പോൾ പ്രതിഷ്ഠാദിനമല്ലേ ഞാൻ തട്ടാ, പ്രതിഷ്ഠാദിനോടനുബന്ധിച്ച് അവിടെ വേലയൊക്കെ ഉണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ അതോടനുബന്ധിച്ച് നല്ല ഫുഡാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഗ്യാങ്ങായിട്ട് പോകണം. അപ്പോൾ ഗ്യാങ്ങിൽ 2 ആളിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 ആളും കൂടി ഞങ്ങളിങ്ങനെ മെല്ലെ നടന്ന് പോവാണ്. അവിടെ എല്ലാവരും എത്തിയില്ല, എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലെ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടിയിൽ പോകണം. അപ്പോൾ അവിടെ പോയിട്ട് എന്താ അവിടുത്തെ നോക്കട്ടെ കാര്യങ്ങളൊക്കെ. ഓക്കെ, നല്ല പൊരി വെയിലുണ്ട്. ആളുകൾ ഇങ്ങനെ നമ്മൾ ബാക്കിൽ കൂടെ കയറുന്നു കേട്ടോ, ഫ്രണ്ടിൽ കൂടെ കയറുന്നില്ല. ഇവരൊക്കെ നേരത്തെ കഴിച്ചിട്ടിരിക്കുകയാണ്. ഉണ്ണേട്ടാ പരിപാടി തിരക്കാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ണേട്ട ഒരു നല്ല വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏട്ടായി. അപ്പൊ എനിക്കൊരു പ്ലേറ്റ്. ഓക്കെ, താങ്ക് യു. പ്ലേറ്റ് ഇടയിൽ കൂടെ മതി. ചെറിയ സാമ്പാർ സാമ്പാർ അല്ല, 2 കൈലോ. ഓക്കെ, ചെറുതെ പപ്പടം, നമ്മുടെ മറ്റേ പായസം. ഞങ്ങൾ നല്ല ക്യൂ ഉണ്ട്. ഞങ്ങൾ ഇടയിൽ കൂടെ കയറി. അപ്പോൾ പരിചയമുള്ള ഉണ്ണിയേട്ടനായതുകൊണ്ട് ഞങ്ങൾക്ക് 2 പ്ലേറ്റ് 3 പ്ലേറ്റൊക്കെ തന്നു. ഞങ്ങൾ എളുപ്പത്തിൽ ഭക്ഷണം കഴിക്കാൻ പോകണം. ഭക്ഷണം കിട്ടി. നല്ല അവിയൽ, കൂട്ടുകറി, തോരൻ, പപ്പടം, പായസം, അങ്ങനെ സകലപുരാതി അടിപൊളി സാധനമാണ്. കഴിച്ചു നോട്ടെ. നല്ല ക്യൂ ഉണ്ട്. നല്ല ചൂട്ടത്ത് അടിപൊളി സാമ്പാറും ചോറും കൂട്ടുകറി അവിയലൊക്കെ ആയിട്ട് അടിപൊളി ഫുഡ്. പപ്പടമൊക്കെ സൂപ്പർ. പായസം അതിലേറെ ഗംഭീരം. 2 ഗ്ലാസ് പായസം അടിച്ചിട്ടുണ്ട്. ചെന്തേട്ടൻ്റെ പായസം അടക്കം. ചെന്തേട്ടന് പായസം വേണ്ട പറഞ്ഞിട്ട്, ചെന്തേട്ടന് പായസം വേണ്ട, മധുരം കഴിക്കുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കഴിച്ചില്ല. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് പായസം നമ്മൾ അടിച്ചു. വെള്ളം റിട്ടേൺ അടിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് അവിടെ ഒരു ആനക്കുട്ടിനെ വരുമ്പോൾ കണ്ടു. അവിടെ ഒന്ന് നോക്കട്ടെ. പാപ്പന്മാരിൽ സോപ്പിട്ടിട്ട് പറ്റിയ നമുക്ക് ഒന്ന് അടുത്തൊക്കെ പോയി നിൽക്കാന്നുള്ളൊരു പരിപാടി ഉണ്ട്. നോക്കട്ടെ. ഒറ്റക്കൊമ്പൻ ആനയെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തോ ഒരു സെറ്റപ്പ് ആന, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആനൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നോക്കട്ടെ. ചെറുതെ ഇതാ നമ്മുടെ ആന. അടിപൊളിയായിട്ട് ആന നിൽക്കുന്നുണ്ട്. അവന്മാർ നമ്മളെ പടയ്ക്കും തോന്നുന്നു എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആനക്കുട്ടിനെ കണ്ടിറങ്ങിയ വഴിക്ക് എൻ്റെ ഗ്യാങ്ങുകൾ 2 ആൾ ഓടി രക്ഷപ്പെട്ടു. അതിനിടയിൽ നമ്മുടെ ഒരു ചെറുതിനെ കിട്ടി. അവൻ കയറൂ പറഞ്ഞു വണ്ടി കയറിയിട്ടും കടക്കി. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഓക്കെ.